പ്രൈസ് ദി ലോർഡ്. വീണ്ടെടുപ്പിൻ്റെ ഒരു പ്രഭാതം കൂടെ കാണുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മനോഹരമായ പ്രഭാതയാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പരിചയപ്പെടുത്തുന്നത് ധനികനായ ഒരു മനുഷ്യനെയാണ്. തിരുവചനത്തിൽ നിന്നും ധനികൻ എന്ന് പറഞ്ഞാൽ തൻ്റെ സമ്പത്തും ധനവും കൊണ്ട് താൻ പാർത്തിരുന്നതായ ദേശക്കാർക്ക് പോലും പൊറുതി മുട്ടിയതായ ഒരു ധനികൻ. അപ്പൻ്റെ സമ്പത്താണ്. അപ്പനെ ദൈവം ധാരാളം അനുഗ്രഹിച്ചിരുന്നു. ആടുമാടുകളും പൊന്നും വെള്ളിയും ദാസന്മാരും കൊണ്ടൊക്കെ ധാരാളം അനുഗ്രഹിച്ച ഒരു കുടുംബത്തിലെ ഏക മനുഷ്യൻ. ആ മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. എന്നാൽ സന്തോഷവും ധനവും ആനന്ദവും ദാസന്മാരും പൊന്നും വെള്ളിയും ധാരാളം കിണറുകളും എല്ലാം ഉണ്ട്. ദേശമെല്ലാം അനുഗ്രഹിക്കപ്പെട്ട തൻ്റെ മുൻപിൽ അങ്ങനെ വളരെയധികം ഫലം കൊടുത്തൊക്കെ കാണപ്പെടുന്നു. കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും വീട്ടിൽ സമാധാനമില്ല. വീട്ടിൽ 2 പക്ഷമാണ്. അപ്പൻ ഒരു പക്ഷം, അമ്മ ഒരു പക്ഷം. അപ്പൻ മൂത്ത മകനെ സ്നേഹിക്കുന്നു, അമ്മ ഇളയ മകനെ സ്നേഹിക്കുന്നു. മൂത്ത മകൻ തോന്നിയതുപോലെ അപ്പൻ്റെ സ്നേഹം വാരിക്കോരി അനുഭവിച്ചും കൊണ്ട് തൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുന്നതായ സമയം 40 വയസ്സ് വരെ വിവാഹം കഴിച്ചില്ല. 40ാമത്തെ വയസ്സിൽ അന്യജാതിക്കാരായിട്ടുള്ള 2 സഹോദരിമാരെ വിവാഹം കഴിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. അന്ന് തന്നെ വീട്ടിൽ അസ്വസ്ഥതയും അങ്ങനെ അസമാധാനവും വീട്ടിൽ തുടരുവാൻ തുടങ്ങി. ഒന്നാമത് അപ്പനും അമ്മയ്ക്കും ഏത് മക്കളെ ഒരുപോലെ സ്നേഹിക്കുവാനുള്ളതായ ഒരു അന്തരീക്ഷം അവിടെയില്ല. രണ്ടാമത് മൂത്ത മകൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്നതായ 2 അന്യജാതിക്കാരായ 2 ഭാര്യമാർ നിമിത്തം വീട്ടിലെ അസ്വസ്ഥത അങ്ങ് വർദ്ധിക്കുവാൻ തുടങ്ങി. അന്വേഷിച്ചുകൊണ്ട് വരുവാനും മകൻ്റെ സമ്പത്തും അല്ലെങ്കിൽ മകൻ്റെ അധ്വാന ഫലങ്ങളും അനുഭവിച്ചറിയുവാനുള്ള ഒരു ഗുണദോഷവും ഉപദേശവും പിതാവ് മക്കൾക്ക് ആർക്കും കൊടുത്തിട്ടുമില്ല. കാരണം അപ്പൻ അന്വേഷിച്ചതും തൻ്റെ പിതാവിൻ്റെ സമ്പത്തുമായിട്ടുള്ള ജംഗമ വസ്തുക്കളും സൗകര്യങ്ങളും ഒക്കെ ധാരാളം കിടക്കുന്നില്ലേ, പിന്നെ എന്തിന് മക്കളുടെ നിന്ന് വാങ്ങി അനുഭവിക്കണം എന്നുള്ളതായ ഒരു ചിന്ത. എന്നാൽ താൻ വൃദ്ധനായപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തന്നോട് ഇടപെട്ടു. താൻ ഒരു ദൈവിക മനുഷ്യനായതും വാഗ്ദത്ത സന്തതിയുമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് തിരുവചനത്തിൽ ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിലെ ഇസഹാക്ക് എന്ന വൃദ്ധനായ മനുഷ്യനെ കുറിച്ചാണ്. അദ്ദേഹം വൃദ്ധനായി. ദൈവത്തിൻ്റെ ആത്മാവ് തന്നോട് ഇടപെട്ടു. ഇങ്ങനെ നിന്റെ വൃദ്ധതയിൽ നീ മരിക്കേണ്ടവനല്ല. നിന്റെ അനുഗ്രഹം ദൈവത്തിൽ നിന്നും നിന്റെ പിതാവിൽ നിന്നും നിനക്ക് ലഭിച്ചതുപോലെ നിന്റെ സന്താനങ്ങളിലേക്ക് വരണമെങ്കിൽ അവരൊരു കാര്യം ചെയ്യണം. എന്താണെന്നറിയാമോ? അവർ അന്വേഷിച്ച് കൊണ്ടുവന്ന് എന്തെങ്കിലും അവരുടേതായ എന്തെങ്കിലും ഭക്ഷണം നിനക്ക് തന്ന് നീ രുചിയോടെ ഭക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ നിന്നും നീ അവരെ അനുഗ്രഹിക്കണം. അല്ലാതെ നിന്റെ സമ്പത്തൊക്കെ നീ അവർക്ക് ഒരു പക്ഷെങ്കിൽ വീതിച്ചു കൊടുത്തേക്കാം. അത് അവകാശങ്ങളാണ്, അധികാരങ്ങളാണ്. പക്ഷെങ്കിൽ നിന്നിൽ നിന്ന് ദൈവത്തിൻ്റെതായ ഒരു അനുഗ്രഹം നിന്റെ തലമുറകളിൽ വെളിപ്പെടണമെങ്കിൽ അവർ അന്വേഷിച്ചും കൊണ്ട് നിനക്ക് വേണ്ടി വന്ന് എന്തെങ്കിലും കൊണ്ട് തരണം, അത് ഭക്ഷിക്കണം. ഇസഹാക്കിന് കാര്യം മനസ്സിലായി. മൂത്ത മകനായ ഏശാവിനെ വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ മകനോട് പറയുകയാണ്, മകനെ, ഞാൻ വൃദ്ധനായിരിക്കുന്നു, എനിക്ക് കണ്ണും കാണുവാൻ കഴിയില്ല, എൻ്റെ മരണം വളരെ ആസന്നമായിരിക്കുന്നു. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം. നീ ഇപ്പോൾ തന്നെ നിന്റെ അമ്പും വില്ലും പൂണിയുമായിട്ടൊക്കെ എടുത്ത് കാട്ടിലേക്ക് പോയി ഒരു മൃഗത്തെ വേട്ടയാടി കൊണ്ടുവന്ന് നല്ല രുചികരമായ സ്വാദോടുകൂടി അത് പാചകം ചെയ്ത് എനിക്ക് കൊണ്ടുതന്ന് ഞാനത് ഭക്ഷിച്ച് തൃപ്തിയായി മനസ്സൊന്ന് സന്തോഷിച്ചതിന് ശേഷം നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ഇല്ല എങ്കിൽ നിനക്ക് അവകാശങ്ങൾ കുറച്ച് തരാമെന്നല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുകയില്ല. ഇതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ ദൈവിക വ്യവസ്ഥ മനസ്സിലാക്കി തൻ്റെ ഭാര്യയായ റിബേക്ക പല കാര്യങ്ങളും ക്രമീകരണങ്ങളും അവിടെ ചെയ്തു. മകൻ ഏശാവിന് അപ്പോഴാണ് കാര്യം മനസ്സിലായത്. എൻ്റെ അപ്പന് രുചികരമായിട്ട് എന്തെങ്കിലും കൊടുത്തെങ്കിൽ മാത്രമേ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. അവൻ പോയി, എങ്കിലും താമസിച്ചു പോയി. താമസിക്കാൻ ഒരു കാരണമുണ്ട്. തൻ്റെ ഭാര്യമാർ തനിക്കൊരു ഉപദേശം കൊടുത്തിരുന്നിരിക്കണം. ഇത്രയും നാളും ഇല്ലാത്തതായ കൊതിയും വിശപ്പും ഒക്കെ നിൻ്റെ അപ്പൻ എങ്ങനെ ഉണ്ടായി? കുറച്ച് കഴിഞ്ഞു കൊടുത്താൽ മതിയെന്ന് അവർ ഉപദേശിച്ച് കാണുമായിരിക്കും. കാരണം ഈ മാതാപിതാക്കളെ സ്ഥിരമായി വേദനിപ്പിക്കുന്ന സ്വഭാവം കൊണ്ട് നിറഞ്ഞ
2 പെൺകുട്ടികളാണ് തൻ്റെ ഭാര്യമാരായിട്ട് തനിക്ക് അവിടെ വന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അവൻ്റെ പ്രവൃത്തിയിൽ അവൻ താമസിച്ചു പോയി. എങ്കിലും ആ താമസത്തിന് വേണ്ടി ദൈവത്തിൻ്റെ നടത്തിപ്പ് നിന്നില്ല. ആ താമസത്തെ മുതലാക്കിക്കൊണ്ട് തൻ്റെ ഇളയ മകനെ അമ്മ ഉപദേശിച്ച് തൻ്റെ അപ്പൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അനുഗ്രഹം, ജ്യേഷ്ഠന് ലഭിക്കേണ്ടതായ അവകാശങ്ങളും അധികാരങ്ങളും അനുഗ്രഹങ്ങളും ഇളയ മകന് തട്ടിയെടുക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, തലമുറകളിൽ മേൽ അനുഗ്രഹം വരുവാൻ നമ്മൾ എത്ര സമ്പന്നരാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് അവരുടെ അധ്വാനത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും തരുവാൻ അവരെ പഠിപ്പിക്കണം. നമ്മൾ ധനികരായിരുന്നിരിക്കാം, നമ്മൾ ധാരാളമുള്ളവരായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, കുഞ്ഞുങ്ങൾ അധ്വാനിച്ചു കൊണ്ടുവരുന്ന അല്പം ഭക്ഷിച്ച് തൃപ്തി ആയതിനു ശേഷം കൊടുക്കുന്ന അനുഗ്രഹമാണ് തലമുറയായി തുടർന്നു വരുന്ന ദൈവിക അനുഗ്രഹം. അതിന് കുഞ്ഞുങ്ങളെ ഉപദേശിക്കണം. അങ്ങനെ ഉപദേശിക്കണമെങ്കിൽ, ആ അനുഗ്രഹം അവിടെ നിൽക്കണമെങ്കിൽ വീട്ടിൽ ദ്വന്ദ്വപക്ഷങ്ങൾ ഉണ്ടാകരുത്. മാതാവും പിതാവും വ്യത്യസ്തമായ സ്നേഹം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. ഒരേ സ്നേഹം, ഒരുപോലെ ചിന്തിച്ച് ദൈവിക പ്രമാണത്തിന് കീഴിൽ വളർത്തുവാനും അനുഗ്രഹിക്കുവാനും പിന്തുടരുവാനും അവരെ അഭ്യസിപ്പിക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. മാതാപിതാക്കളുടെ കയ്യിലും കുഞ്ഞുങ്ങളുടെ കയ്യിലും വന്ന പാളിച്ചകൾ മൂത്തവന് ലഭിക്കേണ്ടതായ, മൂത്തവൻ ദൈവത്തിന് പ്രസാദകരമായി തീരേണ്ടതായ അവസ്ഥ ഇളയവന്മേൽ ആയിപ്പോയതായ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. മൂത്തവനായ യേശാവിന് കിട്ടേണ്ടതായ അനുഗ്രഹം ഇളയവനായ യാക്കോബിന്മേൽ ദൈവം നിലനിർത്തി അത് കൊണ്ടുപോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്നതായ ഒരു സന്ദേശം അതിലുണ്ട്. നമ്മുടെ ഭവനത്തിൽ എങ്ങനെ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ചെയ്യണം. സമ്പത്തുള്ളവരായിരിക്കാം, ധാരാളം സമ്പത്തും അനുഗ്രഹവും പൊന്നും വെള്ളിയും എല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ ജീവിതത്തിൽ സമാധാനമില്ല, ഭവനത്തിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല. വരുന്ന മരുമക്കളും അസ്വസ്ഥതയ്ക്ക് ഭദ്രീഭൂതരായിത്തീരുന്നു. അസ്വസ്ഥത സൃഷ്ടിക്കാൻ അവർ അഭ്യസിച്ചിട്ടാണ് വരുന്നത്. അവരെ നമ്മൾ അനുവദിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ പോകണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ള വ്യവസ്ഥ പഠിപ്പിക്കുന്നവരായി, അവരെ ചിന്തിപ്പിക്കുന്നവരായി, പ്രാർത്ഥിക്കുന്ന ഭവനങ്ങളായി, ദൈവിക പ്രമാണങ്ങളെ തിരിച്ചറിയുന്ന കുഞ്ഞുങ്ങളായി അവരെ വളർത്തുമ്പോഴാണ് അനുഗ്രഹം തലമുറയായി നിന്റെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞതായ ആ വചനം നമ്മുടെ ഭവനങ്ങളിലൊക്കെ പ്രാവർത്തികമായി തീരുന്നത്. ദൈവിക അനുഗ്രഹത്തിനും ദൈവിക സന്ദേശത്തിനും നമ്മൾ ചെവി കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ ദൈവം ചെയ്യുന്നത്. ആ വ്യത്യാസങ്ങൾ നമ്മുടെ തലമുറകൾ കണ്ട് അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവിക ആലോചനകൾ അവർക്ക് കൊടുത്ത് അവരും അവരുടെ സന്തതികളും തലമുറയായി ദൈവിക പ്രമാണത്തിൽ നിന്നുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട കുലങ്ങളായി മാറപ്പെടേണ്ടതിന് നമുക്കുള്ളതായ പങ്ക് നാം ദൈവത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിക്കണം. ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുവാനും അവരെ നടത്തുവാനും ദൈവം ധാരാളമായ കൃപ നമുക്ക് നൽകുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്കും അനുഗ്രഹം എങ്ങനെ മാതാപിതാക്കളിൽ നിന്ന് വാങ്ങാം എന്നുള്ളതായ വലിയൊരു ദർശനവും വെളിപ്പാടും ഈ കുഞ്ഞുങ്ങൾക്കും ദൈവം കൊടുക്കുമാറാകട്ടെ.